എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കോതമംഗലത്തിനടുത്ത് പുന്നേക്കാട് എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു ബ്രദറിൻ്റെ ഭവനത്തിൽ വന്നതാണ്. ഈ ബ്രദർ ഏതാണ്ട് 12 വർഷമായിട്ട് വിശ്വാസത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ പാസ്റ്ററാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ അവസ്ഥകൾ അദ്ദേഹം വിവരിക്കുന്നതായിരിക്കും. ദൈവാതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പുന്നൂസ്. ഞാനിവിടെ കോതമംഗലത്ത് സുവിശേഷ വേല ചെയ്യുന്നു. ഇദ്ദേഹം എൻ്റെ സഭയിലെ ഒരു വിശ്വാസിയാണ്. ഇദ്ദേഹത്തിൻ്റെ അമ്മയും എൻ്റെ ചർച്ചിൽ ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു വിശ്വാസിയാണ്. ഇവർ വളരെ സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അമ്മ തീരെ സുഖമില്ലാതെ ഇവിടെ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. ഈ സഹോദരൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. വളരെ പ്രയാസത്തിലാണ്. അടുത്ത ഒരു മഴ പെയ്യുമ്പോൾ വീടുണ്ടാകുമോ എന്ന് സംശയമാണ്. തകർന്ന് വീഴുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിനൊരു സഹോദരനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഇപ്പോൾ ഇദ്ദേഹവും അമ്മയാണ് ഇവിടെ ഉള്ളത്. അമ്മയെ നോക്കേണ്ടതുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് മറ്റു പണിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഈ സഹോദരൻ്റെ വീടിൻ്റെ അകവും നമുക്കൊന്ന് കാണാം. ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാം, മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകുകയില്ല. വീടിൻ്റെ മുഴുവൻ പട്ടികയും കഴുക്കോലും എല്ലാം ദ്രവിച്ച് ഇരിക്കുവാണ്. ഏത് സമയത്തും നിലം പൊത്താവുന്ന വിധത്തിലാണ് ഈ വീടുള്ളത്. ഇവർക്ക് ഒരു വീടിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷിച്ചു. പക്ഷേ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയില്ല. പഞ്ചായത്തിൽ നിന്നുള്ള വീട് കിട്ടുന്നില്ല. അങ്ങനെ ആയതുകൊണ്ട് ഇവർക്ക് വീടൊന്ന് നന്നാക്കാനോ ഇവർക്കൊരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവരിപ്പോൾ നിലവിലുള്ളത്. പ്രിയമുള്ളവരെ, ഇതാണ് ഈ സഹോദരൻ്റെ മാതാവ്. ഇവരുടെ സാഹചര്യം, ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഈ അമ്മയ്ക്ക് ഫിക്സിൻ്റെ അസുഖമുണ്ട്. മറ്റ് പല അസുഖങ്ങളും ഉള്ളതുകൊണ്ട് ഈ മോന് ഇവിടുന്ന് അമ്മയുടെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ സഹോദരൻ്റെ ഒരു അനിയനുണ്ടായിരുന്നു. ആ അനിയൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരപകടം വന്ന് മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഈ അമ്മയും മകനും മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇവർക്കൊരു ഒരു ടോയ്ലറ്റ് പോലും ഇവർക്ക് ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ നമ്മുടെ വിശ്വാസികളായ ഈ കുടുംബത്തിന് പ്രിയമുള്ളവർ, നമ്മൾ ഇവരെ എന്തെങ്കിലും സഹായിച്ചില്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ വളരെ പ്രയാസത്തിലാണ്. ഇവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്നാൽ ഇവർക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടാകും. ഇവർക്ക് നല്ല ഒരു വീടൊന്ന് പുതുക്കി പണിത് ഇവർക്ക് ഒന്ന് ജീവിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബ്രദറിൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ബിജു മാത്യു. ഈ സ്ഥലം പുന്നേക്കാട്. അതായത് കോതമംഗലത്തിനടുത്ത് പുന്നേക്കാട്. ബ്രദറിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാമോ? എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അമ്മയ്ക്ക് തീരെ സുഖമില്ല. എനിക്ക് പുറത്തു പോയി പണിയാൻ സാധിക്കില്ല. അമ്മയ്ക്ക് പിക്സിൻ്റെയും ഷുഗറിൻ്റെയും ഒക്കെ അസുഖമുണ്ട്. അതുകൊണ്ട് ഒന്നിനും എനിക്ക് സാധിക്കില്ല. അപ്പോൾ ഈ വീട്ടിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അനിയുണ്ടായിരുന്ന അവൻ പോയി. 2 പെങ്ങന്മാരെയും മരിച്ചുപോയി. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തീരെ എങ്ങും പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും ജോലിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം എന്താ? അമ്മയ്ക്ക് തീരെ വയ്യ. അതുകൊണ്ട് അമ്മേനെ പെടുത്ത് വേണം കൊണ്ടേ ഇരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അറിയാതെ മൂത്രം ഒഴിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ്. എത്ര വർഷമായിട്ട് ഈ വിശ്വാസത്തിലാണ്? ഞാൻ 8 കൊല്ലമായി. 8 കൊല്ലമായിട്ട് വിശ്വാസത്തിൽ. അപ്പോൾ ബ്രദറിന് എന്താണ് ഈ വീഡിയോ കേൾക്കുന്നവരോട് പറയാനുള്ളത്? ഈ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് എനിക്ക് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തു തരണം. കാരണം എനിക്ക് ചെയ്യാനൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് നിങ്ങളാരും എന്നെ ഒന്ന് സഹായിച്ച് ഇത് നല്ലൊരു ഭവനം. പൈസ ആയിട്ട് കൊടുക്കണമെന്നില്ല. ഈ വീട് ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്തൊന്ന് പണിത് കൊടുത്താലും മതി. പൈസ ആയിട്ട് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ആരെങ്കിലും ഏറ്റെടുത്ത് ഒന്ന് പണിത് തന്നാൽ മതി.